ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ വലകൾ കിട്ടുമല്ലോ. ഇതുണ്ട്, ഇതേപോലത്തെ വല കിട്ടും. ഇങ്ങനത്തെ ഈ ഇതേപോലെ ഇങ്ങനെ വല ഇങ്ങനെ പൊതിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ പൊതിഞ്ഞ് ഇങ്ങനത്തെ ഒരു വല കിട്ടുമല്ലോ. ആ വല ഉപയോഗിച്ച് നമുക്കൊരു കുറച്ച് പൂക്കളുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പൂക്കളുണ്ടാക്കാനായിട്ട് ഞാനിത് ഇതേപോലെ നൂലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തണ്ടിന് വേണ്ടിയിട്ട് ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നൂൽക്കമ്പി വേണമെന്നുണ്ടെങ്കിൽ നൂൽക്കമ്പി എടുക്കാം. ഇതേപോലെ ഈ നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കവറാണ് എടുത്തിരിക്കുന്നത്. ഇത്രയുള്ളൊരു കവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്യാം. ഇനിയിപ്പോൾ വൈറ്റ് കളറിൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ വേറെ നിങ്ങളുടെ അടുത്തൊക്കെ കളറിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നമുക്കിപ്പോൾ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പെയിൻ്റ് എടുത്ത് നമുക്ക് കളർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേപോലെ നമ്മൾ കുറച്ചെണ്ണം എടുക്കുക. ഇങ്ങനെ കുറച്ച് ഇത്രയുള്ള കവർ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ചുറ്റാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഇങ്ങനെ കവർ വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വേണമെങ്കിൽ ടേപ്പ് എടുത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് നൂല് വേണ്ട, നൂലില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ആയാലും മതി കേട്ടോ. നൂലിന് പകരം നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചായാലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ ഞാനൊന്ന് ചുരുട്ടിയെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു. ഇങ്ങനെ ചുരുട്ടിയെടുത്തു. ഈ ചുരുട്ടിയെടുത്തെടുത്ത് നമുക്ക് നൂല് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ഇല്ല റബ്ബർ ബാൻഡ് ഇടേണ്ടവർക്ക് റബ്ബർ ബാൻഡ് ഇടാം കേട്ടോ. നൂലിപ്പോൾ ഉപയോഗിച്ച് കെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഇതേപോലെ നൂല് ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടുവാണ്. ഇങ്ങനെ നൂലുപയോഗിച്ച് നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. ഇങ്ങനെ ഒന്ന് കെട്ടിയതിന് ശേഷം ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് നമ്മളിത് തിരിച്ച് ഈ കെട്ടുഭാഗം നമ്മൾ തിരിച്ച് പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിനെ മറിച്ച് നമുക്കിങ്ങനെ എടുക്കാം. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഞാൻ എടുത്തു. അത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നൂലുപയോഗിച്ച് ഇതിൻ്റെ ഇവിടം കൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നൂലുപയോഗിച്ച് കെട്ടണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. റബ്ബർ ബാൻഡ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. നൂലുപയോഗിച്ച് കെട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചായാലും നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. ഇതേപോലെ ചുറ്റി കൊടുത്തു. അത് വീണ്ടും ഈ മുട്ടുഭാഗം നമ്മൾ വീണ്ടും തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കിതിനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനെ നമ്മളൊരു നൂല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. നൂല് ഉപയോഗിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ നൂല് ഉപയോഗിച്ച് കെട്ടാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഞാനിപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടു. ഇനി ഞാൻ വേണമെങ്കിൽ നൂല് ഉപയോഗിച്ച് കെട്ടാം. അല്ലെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടായാലും നമുക്കിതിങ്ങനെയൊന്ന് ചുറ്റി കെട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുക. എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണമെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇത്രയും താഴേക്ക് ഇങ്ങനെ നിൽക്കണ്ട. നൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂലും കട്ട് ചെയ്ത് കളയുക. ഇതിങ്ങനെ കുറച്ച് ഭാഗം നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മളിത് ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ നടുക്കൂടെ നമുക്ക് ഈർക്കിലി ഒന്ന് കയറ്റി കൊടുക്കാം. ഈർക്കിലി കയറ്റി കൊടുക്കുമ്പോൾ അതങ്ങ് കയറിക്കൊള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ നൂൽക്കമ്പി വേണമെന്നുണ്ടെങ്കിൽ നൂൽക്കമ്പി ആയാലും മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്രീൻ കളറിലെ ഒരു കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയുള്ള കവർ മതി കേട്ടോ. ആ കവർ ഇങ്ങനെ വീതി നമുക്ക് ഇച്ചിരി കുറച്ചായാലും മതി കേട്ടോ. ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ ഒരു കവർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കവർ ഇതേപോലെ വെച്ച് നമുക്ക് നൂല് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെയൊന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ നൂല് ഇത് വെക്കുമ്പോൾ നമ്മളൊരു 3 എണ്ണം വെച്ചാൽ മതിയാവും. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ പച്ച വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ.
ഇതേപോലെ ചുറ്റിലും നമുക്ക് 3 നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ചുറ്റിലും ഞാൻ വെച്ചു. അതിന് ശേഷം ഈ തണ്ടയിലേക്ക് നമുക്കിത് നൂലൊന്ന് ചുറ്റി കൊടുക്കണം. കാരണം ഇതൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ടാണ്. നമ്മൾ അല്ലെങ്കിൽ ഇത് വീർത്തിരിക്കും കേട്ടോ. ഇതിങ്ങനെ തീരുന്നത് വരെ നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കണം. നൂല് പൊട്ടിപ്പോകരുത് കേട്ടോ. നൂല് ഞാനിപ്പോൾ എടുത്തപ്പോൾ നൂല് പൊട്ടിപ്പോയി. അപ്പോൾ 2 നൂലെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് ഞാൻ എടുത്തുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത് കേട്ടോ. ഇങ്ങനെ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം, ചുറ്റി കെട്ടിക്കൊടുക്കാം. ഇതൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ടാണ്. നമുക്ക് അല്ലെങ്കിൽ ഇതിങ്ങനെ വീർത്തിരിക്കും. ഈ സ്പോഞ്ച് പോലത്തെ സാധനമാണല്ലോ, അപ്പോൾ അതിങ്ങനെ വീർത്തിരിക്കും. അതുകൊണ്ട് അത് ഒതുങ്ങിയിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങ് വരെ നമുക്ക് നൂലൊന്ന് കെട്ടിക്കൊടുത്ത് നമുക്കിതേപോലെ ഒന്ന് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്ര മതി കേട്ടോ, ഇത്തിരിയൊന്നും വേണ്ട. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്രീൻ കളറിലെ കവർ നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഈർക്കിലിയിലൊന്ന് ചുറ്റിയെടുക്കാം. അത് ഇച്ചിരി വീതി കുറച്ച് മതിയേ. അത് നമുക്ക് ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇതേപോലെ സ്പോഞ്ചൊന്നും നിങ്ങൾ കളയരുത്. നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട്. ഈ സ്പോഞ്ചൊന്നും നിങ്ങൾ ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച്, ഇതേപോലെ വല പോലത്തെ നെറ്റ് പോലത്തെ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഭംഗിയുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ വേറെ റബ്ബർ ബാൻഡ് ഇല്ല, നൂല് മാത്രമേ ഉള്ളെങ്കിൽ നൂല് ഉപയോഗിച്ച് ചെയ്യുക. റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഈ നൂലിട്ടെടുത്തെല്ലാം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിൽ കാണിച്ചത്. പിന്നെ നമ്മുടെ കയ്യിൽ പെയിൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റോ കളർ പെൻസിലോ കളറിങ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതേപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കണ്ടോ. അപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ പെയിൻറ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇങ്ങനെ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് വൈറ്റ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ വൈറ്റ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഉണങ്ങാനായിട്ട് വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ പൂക്കളൊക്കെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.